ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് വെറൈറ്റിയാണ് പറയാൻ വന്നിരിക്കുന്നത്. ഇത് കോൺഫ്ലേക്സ് പോലെ തന്നെ നമുക്ക് ചോളം കൊണ്ടിട്ടുള്ള ഒരു അവൽ തന്നെയാണ്. മിക്സറിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇത് എത്രത്തോളം പരിചയമുണ്ടെന്നറിയില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതായതുകൊണ്ട് ഇത് ഞാൻ തപ്പി നടന്ന് എവിടെ പോകുമ്പോഴും മേടിക്കാറുണ്ട്. ഇത് ഈസി ആയിട്ടുള്ള ഒരു കുക്കിങ്ങുമാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതും ആയതുകൊണ്ട് അതാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി മസ്റ്റാണ്. കപ്പലണ്ടി ഇല്ലാതെ ചെയ്യരുത്, അവോയ്ഡ് ചെയ്യരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കരിവേപ്പില നമുക്ക് അതും വേണം തീർച്ചയായിട്ടും. പിന്നെ പൊട്ടുകടല ഓപ്ഷണലാണ്. നമുക്ക് കുറച്ചേ ഉള്ളൂ സാധനം, കുറച്ച് ഗസ്റ്റ് കൂടുതൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മക്കൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കാമെന്നുണ്ടെങ്കിൽ പൊട്ടുകടല ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് നമ്മളെ ഇഷ്ടം. പിന്നെ വേണ്ടത് മുളക് പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ കായപ്പൊടി. നമുക്ക് ഇത് കായപ്പൊടി തന്നെ മസ്റ്റായിട്ട് വേണം, എന്നാലാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ സാധനം. വെളിച്ചെണ്ണയിൽ നമുക്ക് വറക്കണം. ഞാൻ ആ സെക്ഷനും കൂടെ കാണിച്ചു തരാം, 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇതുപോലെ ഈസി കുക്കിംഗ് ആയിരിക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ. അല്ലെങ്കിലും അതിൻ്റെ ആൾറെഡി ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഈസിയസ്റ്റ് മെത്തേഡായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ എന്താ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് വറുത്ത് കോരാനായിട്ട്. ഞാൻ ഇട്ടിരുന്നുണ്ട്. കുറച്ചായിട്ട് ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ അതിങ്ങനെ വലുതായി വരും. അതുകൊണ്ടാണ് നമ്മളത് ആ ബെൽറ്റായിട്ടുള്ള ഇതിൽ എണ്ണയിൽ തന്നെ ഇടുന്നുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ആവും. അത് കാരണം ഞാൻ എടുക്കാം. ഇതിന് നമുക്ക് തീ താഴ്ത്തി വെച്ചാൽ മതി, എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ. ഫ്രണ്ട്സ്, ബാക്കി നമുക്ക് കപ്പലണ്ടിയും കൂടെ ഇടാം. കപ്പലണ്ടിയും കൂടെ ഇടുമ്പോഴാണ് അതിന് ശരിക്കും നല്ല സ്വാദ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് കപ്പലണ്ടി ഇല്ലാതെ ഇത് ഉണ്ടാക്കാൻ നോക്കരുത്, കപ്പലണ്ടി ഇട്ട് തന്നെ ഉണ്ടാക്കണം. എപ്പോഴാണെങ്കിലും ഏത് പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും, നമ്മൾ പയറുവർഗ്ഗങ്ങൾ ഏതാണെങ്കിലും സെപ്പറേറ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഒരുമിച്ചെടുത്ത് ഇടുകയേ ചെയ്യരുത്. അത് കാരണം ഈ കപ്പലണ്ടിയും ഒന്ന് മൂക്കട്ടെ. ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് പാകത്തിന് എടുക്കണം. കൂടുതൽ പച്ചിപ്പാവാനും പാടില്ല, കൂടുതലായിട്ട് ഓവർക്കുണ്ടാവാനും പാടില്ല. ആ കളറിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഒന്ന് പൊട്ടി വന്നുകൊണ്ടിരിക്കുവാണ്. ഇതൊന്ന് ക്ഷമിയായിട്ട് അതൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നത് കഴിക്കുമ്പോൾ. അതിൻ്റെ കറക്റ്റ് കളറായിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ ആവാനും പാടില്ല, എന്നാൽ വെള്ളയായിട്ട് നിൽക്കാനും പാടില്ല. അങ്ങനെ എടുത്ത് അതിനൊരു ലൈറ്റ് വെയിറ്റ് ആകും ആ കപ്പലണ്ടി. അതാണ് അതിൻ്റെ സമയം. അത് കാരണം അതും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം. എന്നിട്ട് കുറച്ച് പൊട്ടുകടല ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടുകടല ഇത്തിരി ഇട്ടാൽ ഇഷ്ടമാണല്ലോ എല്ലാവർക്കും, അത് കാരണം ഞാൻ പൊട്ടുകടലയും കൂടെ ഇടുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല. ഇതൊന്ന് ചെറിയ മൂപ്പാണെങ്കിലും കറക്റ്റായിട്ട് അതിൻ്റെ സൈഡ് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ കണ്ടാൽ മനസ്സിലാവില്ല. ചെറിയൊരു കളർ മാറ്റം കണ്ടോ? ആ സൈഡിലൊക്കെ ചെറിയതായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങും. ഇപ്പോൾ എടുത്തേക്കാണ് നമുക്ക്. എടുത്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്കും പോയേക്കാം. നമുക്കിത് 1 by 1 ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് പാകമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതും ആയിക്കഴിഞ്ഞു. അവസാനം എന്താ നമ്മളാ കരിവേപ്പില. എന്തായാലും പച്ച കരിവേപ്പിലല്ലേ, അപ്പോൾ എണ്ണയിലിടുമ്പോൾ ഇത്തിരി ഒന്ന് തെറിക്കും. നമ്മൾ കാര്യമാക്കണ്ട, അത് അതിൻ്റേതായിട്ടുള്ള ആ കഴിവ് കാണിച്ചതാണ്, ആ ഈർപ്പത്തിന്. എന്തായാലും അതും കൂടെ ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതാ ഫൈനലായിട്ട് എല്ലാം കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി ഈ 3ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തന്നെ അതിലേക്ക് ഇടാം. അല്ലെങ്കിൽ ഒരു സൈഡ് മുളക് പൊടി കൂടുതലായിരിക്കും, ഒരു സൈഡ് ഉപ്പ് കൂടുതലായിരിക്കും, കുറച്ച് കായപ്പൊടി. ഇത്രയും കൂടെ ഒരുമിച്ച് നമ്മൾ ആക്കിയിട്ട് നമ്മൾ വിതറി കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ സെപ്പറേറ്റായിട്ട് ആഡ് ചെയ്യണ്ട. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ, ആഡ് ചെയ്യാം. അത് കാരണം നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിക്കാം നമുക്ക്. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുക. എന്നിട്ട് ഇത് നമുക്ക് കണ്ടെയ്നറിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ ചിലവായി പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതാ പ്രസൻറ്റ് ചെയ്യാനായി. വെറുതെ
ഒരു പലഹാരം എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഇത് നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയും പഠിക്കുക, ശീലിക്കുക. എളുപ്പത്തിലുള്ള വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കധികം ബേക്കറിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുക്കിങ്ങിൽ കൂടുതൽ നമ്മൾ ട്രൈ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. അത് കാരണം ഇതൊക്കെ ഫോളോ ചെയ്ത് കാണുക. ഇതുപോലെ ഞാൻ ഒരുപാട് റെസിപ്പീസ് കാണിച്ചു തരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.